നമ്മൾ ലോകചരിത്രം നമ്മൾ വായിക്കുകയാണെങ്കിൽ ഒരു 3-4 സിവിലൈസേഷൻ ശരിയായി വളർന്നു പന്തലിച്ച സിവിലൈസേഷൻ നമുക്ക് ലോകത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള ഏറ്റവും ഫോം എത്തിയ ഒരു സിവിലൈസേഷനാണ് നമ്മുടെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ചരിത്രം ഏകദേശം 4000 BC മുതൽ ഒരു AD കാലം വരെ നിലനിന്ന് പോകുന്നതായിട്ടാണ് നമ്മൾ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ആ സിവിലൈസേഷൻ്റെ മുന്നോട്ടുള്ള ഒഴുക്കിന് അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള ഒഴുക്കിന് യാതൊരു രീതിയിലുള്ള തടസ്സങ്ങളും ഉള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. ഈ സിവിലൈസേഷനിലെ ജനങ്ങൾ അഥവാ അവിടുത്തെ സമൂഹം ഒരു ഫ്രീഡം, നാച്ചുറലായിട്ടുള്ള ഫ്രീഡം അനുഭവിച്ചു വന്ന ഒരു സമൂഹമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ സമൂഹവും അവിടുത്തെ ജനങ്ങളും വ്യക്തികളും ഒരു പ്രത്യേകതരം ഫ്രീഡം, പ്രകൃതിയാൽ മനുഷ്യന് കിട്ടുന്ന ഫ്രീഡം ഒരു തടസ്സവുമില്ലാതെ അനുഭവിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ആ ഫ്രീഡം അനുഭവിച്ചു വരിക. അതുപോലെ ഇൻഡസ് വാലിയിലെ ജനങ്ങളെല്ലാം തന്നെ ഒരു വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിത അന്തരീക്ഷമാണ് അനുഭവിച്ചു വരുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുക. ഫ്രീഡം, പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷം, അതുപോലെ ഒരു ഇഗാലിറ്റേറിയൻ സൊസൈറ്റിയുടെ ഒരു അവസ്ഥയാണ് ഇൻഡസ് വാലിയിലെ ജനങ്ങളും സമൂഹവും എൻജോയ് ചെയ്യുന്നു വന്നിരുന്നെന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുക. വ്യക്തികളുടെ ജീവിതം, സമൂഹത്തിൻ്റെ ജീവിതം, അന്ന് നിലനിന്ന രാജ്യത്തിൻ്റെതായിട്ടുള്ള സങ്കല്പങ്ങൾ, ഇതെല്ലാം പ്രകൃതിയാൽ ഒരു നൈസർഗികമായ കിട്ടിയിരിക്കുന്ന യുക്തിബോധത്താൽ ഓർഗനൈസ് ചെയ്ത് വ്യക്തിയുടെ ജീവിതവും സമൂഹത്തിൻ്റെ ജീവിതവും രാജ്യത്തിൻ്റെ ജീവിതവും വളരെ വെൽഫെയറിൻ്റെ, അതായത് ക്ഷേമ സങ്കല്പത്തോടു കൂടി കൊണ്ടിരുന്ന ഒരു നാടായിട്ടും അല്ലെങ്കിൽ സമൂഹമായിട്ടും രാജ്യമായിട്ടും ജീവിതത്തിൻ്റെ ഓരോ ആസ്പെക്റ്റുകളും ഓരോ ഏരിയകളും അതിൻ്റെതായിട്ടുള്ള ഡെവലപ്മെൻറ്റും പുരോഗതിയും നടന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. മാത്രമല്ല, ഇവർ അനുഭവിച്ചിരുന്ന സൊസൈറ്റിയുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഒരു ഇഗാലിറ്റേറിയൻ സൊസൈറ്റി ആയിരുന്നു. ഒരു ഇഗാലിറ്റേറിയനിസം, ഒരു ഫ്രീ സൊസൈറ്റി. അതുപോലെ എന്നുണ്ടെങ്കിൽ പ്രകൃതിയാൽ അവർക്ക് കിട്ടിയിരിക്കുന്ന അവകാശങ്ങൾ, ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അവകാശങ്ങൾ, ജീവിതത്തെ വേണ്ട രീതിയിൽ കരുപ്പിടിപ്പിച്ച് ഫാഷൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക, ജീവിതത്തിനകത്ത് ജീവിക്കാൻ ആവശ്യമായ ചുറ്റുപാടുകൾ വേണമെന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കുക, അത് ജീവിതത്തെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക അന്തരീക്ഷം വേണമെന്നുള്ളൊരു ബോധം ഇവർക്കുണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അത്യാവശ്യമായ ജീവിക്കാൻ ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങളും, വീട്, അതുപോലെ തന്നെ സാമൂഹിക അന്തരീക്ഷം, സംസ്കാരം, മതം, ഇതെല്ലാം ഇടതടവില്ലാതെ ഒരു വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അനുസ്യൂതമായിട്ട് വളർന്നു വന്ന ഒരു സമൂഹമാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ വളർച്ച അനുസ്യൂതമായിട്ട് വരികയും ലോകത്തിലെ ഏറ്റവും നല്ല സിവിലൈസ്ഡ് ആയിട്ടുള്ള, ഏറ്റവും നന്നായിട്ട് വളർന്നു പന്തലിച്ച മച്ചുറായ ഒരു സിവിലൈസേഷൻ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവരുടെ ഫിലോസഫിയും അവരുടെ റിലീജിയനും അവരുടെ സയൻസും അവരുടെ പൊളിറ്റിക്സും അവരുടെ കോൺഷ്യസ് എല്ലാം ഒരു വളർന്ന മച്ചുറായ ഒരു സിവിലൈസേഷൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിച്ചിരുന്നു. അങ്ങനെ പോകുന്നതെന്ന ഇൻഡസ് വാലിയിലെ ജനങ്ങൾ നമ്മളീ പറഞ്ഞ അവരുടെ ട്രഡീഷനായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയുടെ ഗുണങ്ങളും സമൂഹത്തിൻ്റെ ഗുണങ്ങളും രാജ്യമായിട്ട് ബന്ധപ്പെട്ടിരുന്ന രാജ്യത്തിൻ്റെതായ ഗുണങ്ങളും എല്ലാം കൂടെ ചേർന്ന ഒരു സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയപരമായ അന്തരീക്ഷം നിലനിന്ന് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇങ്ങനെയുള്ള അവരുടെ ട്രഡീഷണലായിട്ടുള്ള ഈ ക്വാളിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പരസ്പരം സഹകരിക്കുക, പരസ്പരം എല്ലാവരും വളരെ പാർട്ടിസിപ്പേഷനോടുകൂടി ആലോചിച്ച് തീരുമാനിച്ച ഒരു വളരെ ഇൻഡിജിനൻ്റ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷനോടുകൂടി ഇടപെട്ട് പോരുക. അങ്ങനെ ഉണ്ടായിരുന്ന ഈ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് ഇൻഡസ് വാലിയിലെല്ലാം നഗരങ്ങളും ജനപദങ്ങളും വികസിച്ചു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ നഗരങ്ങളും ജനപദങ്ങളെല്ലാം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ ഒരു ജനായത്ത സ്വഭാവത്തോടു കൂടിയ, അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ടേംസ് അനുസരിച്ച് പറയുകയാണെങ്കിൽ
ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ നേച്ചറോട് കൂടിയ വളർന്നു വന്ന ആ കാഴ്ചപ്പാട് വളർന്നു വന്ന ഒരു ജനപദങ്ങളും സ്റ്റേറ്റുമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എങ്ങനെ ഇൻഡസ് വാലിയിൽ ഉണ്ടായിരുന്ന ജനങ്ങളുടെ അവരുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുതരം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ നേച്ചർ നിഴലിച്ചു നിന്നതിനാൽ അല്ല കണ്ടിരുന്നതിനാൽ അവരുടെ ചിന്തകളിലും അവരുടെ ഭാഷകളിലും അവരുടെ കമ്മ്യൂണിക്കേഷനിലെല്ലാം ഈ പറയുന്ന ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള നേച്ചർ നമുക്ക് കാണാൻ പറ്റുകയും അവരോട് ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലും സാമൂഹിക കാര്യങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലും മതപരമായ കാര്യങ്ങളും സാംസ്കാരിക കാര്യങ്ങളെല്ലാം എല്ലാവരും ഒരുതരം ഡെമോക്രാറ്റിക് സ്വഭാവത്തോടു കൂടിയ ചർച്ചയും കമ്മ്യൂണിക്കേഷനും ഷെയറിങ്ങും പാർട്ടിസിപ്പേഷനും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇത് അവരുടെ മതപരമായ കാര്യങ്ങളും സദാചാരപരമായ കാര്യങ്ങളും മൂല്യങ്ങളുടെ കാര്യങ്ങളിലും അല്ലെങ്കിൽ സാമൂഹ്യ രാഷ്ട്രീയ കാര്യങ്ങളിലും എല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു പ്രകൃതം, ഈ ഒരു ജീവിതത്തിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ അവരുടെ പിൻകാലങ്ങളിൽ വളർന്നു വന്നപ്പോൾ അവരുടെ സമൂഹത്തിനകത്ത് അവർ രൂപീകരിച്ച് അവർ ഡെവലപ്പ് ചെയ്ത അവരുടെ നോളജിൻ്റെ അല്ലെങ്കിൽ അവരുടെ ചിന്തകളുടെ അല്ലെങ്കിൽ അവരുടെ സയൻസിൻ്റെ സ്ട്രക്ചറിൽ നമുക്ക് ഈ ലക്ഷണങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതാണ്. അവരുടെ ചിന്തകളാണെങ്കിലും അവരുടെ നോളജ് സിസ്റ്റം ആണെങ്കിലും സയൻസ് ആണെങ്കിലും അതിലെല്ലാം ഒരുതരം റാഷണൽ ആയിട്ടുള്ള ചില സ്വഭാവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വളരെ റാഷണൽ ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ചില സ്വഭാവങ്ങൾ, ചില റിസർച്ചിൻ്റെതായിട്ടുള്ള ചില സ്വഭാവങ്ങൾ, അങ്ങനെ ഈ നോളജ് എല്ലാം ഒരു രീതിയിലെയും മറ്റൊരു രീതിയിൽ അവരുടെ ജീവിതത്തിൻ്റെ ഭൗതികമായ ചുറ്റുപാടിൽ വളരെ പ്രാക്ടിക്കലായിട്ടും പ്രയോജനപരമായിട്ടും പ്രയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നോളജിന്റെ രൂപീകരണത്തിലേക്ക് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള ഇൻഡസ് വാലിയിലെ ജനങ്ങളുടെ അവരുടെ സമൂഹത്തിന്റെ അവരുടെ രാഷ്ട്രത്തിന്റെ ആ ജനപദങ്ങളുടെ ജീവിതങ്ങളും ജനപദങ്ങളും നഗരങ്ങളെല്ലാം ഇങ്ങനെ ക്രമേണ അനുസ്യൂതമായിട്ട് മുന്നോട്ട് പോരുമ്പോഴാണ് ആ പോരുന്ന വഴിയാണ് ക്രമേണ പല സിസ്റ്റം ഓഫ് നോളജ്, സയൻസും പ്രാക്ടിക്കൽ നോളജും അതുപോലെ ആർട്ടും സയൻസ് എല്ലാം ക്രമേണ വളർന്നു വന്നത്. ഉദാഹരണം ആയുർവേദം പോലുള്ള മെഡിക്കൽ സയൻസിന്റെ പ്രാക്ടീസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ നേരത്തെ മുതലേ ഉണ്ടായിരുന്നു. അതാണ് പിൽക്കാലങ്ങളിൽ നമ്മൾ ബൗദ്ധ മൗര്യൻ പീരീഡിൽ ആയുർവേദമായിട്ട് ബുദ്ധിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്തിരുന്നത്. ആ ട്രഡീഷനിലാണ് നമ്മൾ കാണുന്ന ശുശ്രുതനും ചരകനും നഗാർജുനും എല്ലാം അതിൻ്റെ ആചാര്യന്മാർ ആയിട്ട് ഡെവലപ്പ് ചെയ്തു വന്നത്. ഇതിന്റെ പാരമ്പര്യമായിട്ടാണ് നമുക്ക് ആസ്ട്രോണമിയും സയൻസും മാത്തമാറ്റിക്സും നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന്റെ ഫലമായിട്ടാണ് എന്നുണ്ടെങ്കിൽ നഗരങ്ങളും റോഡുകളും വീടുകളെല്ലാം സ്ട്രക്ചർ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ നിർമ്മിക്കുന്നതിൻ്റെ അതിന്റെ ഭാഗമായിട്ടാണ് വാസ്തുശില്പവും ആർക്കിടെക്ചറും ഫോം ചെയ്ത് ഇൻഡസ് വാലിയുടെ നഗരങ്ങൾ അതിമനോഹരമായ ഏറ്റവും വളരെ മെച്യൂർ ആയിട്ടുള്ള രൂപത്തിലേക്ക് നിർമ്മിക്കപ്പെട്ടത്. അതുപോലെ തന്നെ ഈ നോളജ് ട്രഡീഷൻ്റെ അല്ലെങ്കിൽ ഈ റാഷണൽ കോൺഷ്യസിന്റെ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ജനങ്ങളുടെ അവയർനെസിന്റെ ഭാഗമായിട്ടാണ് പ്രകൃതി ശാസ്ത്രമായിരിക്കുന്ന സാഖ്യം പോലുള്ള ദർശനങ്ങൾ ഡെവലപ്പ് ചെയ്തു പോകുന്നത്. അങ്ങനെ ഓരോ ഏരിയയായിട്ട് ബന്ധപ്പെട്ട് നോളജിന്റെ രൂപീകരണവും അതിൻ്റെ സിസ്റ്റമൈസേഷനും കണ്ടിന്യൂസ് ആയിട്ട് അനുസ്യൂതമായിട്ട് തടസ്സമില്ലാതെ വളർന്ന് വരുമ്പോഴാണ് അപ്രത്യക്ഷമായിട്ട് ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇതോടുകൂടിയാണ് ഇൻഡസ് വാലി ജനങ്ങളുടെ ഇടയിൽ സമൂഹത്തിനകത്ത് വ്യക്തിയുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടും സമൂഹത്തിന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടും അവരുടെ ജനപദങ്ങളായിരുന്ന നഗരങ്ങളുടെയും രാജ്യങ്ങളുടെയുമായിട്ട് ജീവിതമായിട്ട് ബന്ധപ്പെട്ടും അവരുടെ പെരുമാറ്റ മര്യാദകൾ, അവരുടെ സദാചാരപരമായ മൂല്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നിയമങ്ങൾ, കണ്ടീഷൻസ് എല്ലാത്തിനെയും നിർണ്ണയിക്കുന്ന ഒരു പുതിയ സിസ്റ്റം ഓഫ് ദ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഫിലോസഫി ഇൻഡസ് വാലിയിൽ നിലവിൽ വന്നു. അങ്ങനെ പ്രാക്ടിക്കലായിട്ട് എല്ലാവരെയും ഒരേ രീതിയിൽ കണ്ടീഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന എല്ലാത്തിനും ഓർഡർ ചെയ്യുന്ന ഈ ഫിലോസഫിയാണ് നമ്മൾ പിൽക്കാലത്ത് ചാർവാക ഫിലോസഫി എന്ന് അറിയപ്പെട്ടത്. അത് വ്യക്തിയുടെ പെരുമാറ്റവുമായിട്ട് ബന്ധപ്പെട്ടും അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും മൊറാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് സമൂഹത്തിന്റെ ഓർഡറായിട്ട് ബന്ധപ്പെട്ട് സമൂഹത്തിന്റെ സമാധാനപരമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഇൻഡസ് വാലിയിലെ ജനപദങ്ങളായിരിക്കുന്ന നഗരങ്ങളുടെ ഭരണവും ഭരണക്രമങ്ങളും അല്ലെങ്കിൽ അതിനെ കണ്ടീഷൻ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള
പൊളിറ്റിക്കൽ സയൻസ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ കാലത്താണ്. ഈ ഫിലോസഫിയാണ് നമ്മൾ ചാർവാക ഫിലോസഫി എന്ന് പറയുന്നത്. ചാർവാക ഫിലോസഫി എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിസമാണ്. അതുപോലെ തന്നെ ഒരു സാമൂഹിക രാഷ്ട്രീയ സോഷ്യലിസ്റ്റ് ഫിലോസഫിയാണ്. ഇൻഡസ് വാലി സിവിലൈസേഷന്റെ എല്ലാ ജനപദങ്ങളും എല്ലാ നഗരങ്ങളും അല്ലെങ്കിൽ ജനവാസ കേന്ദ്രങ്ങൾ രാജ്യമൊട്ടാകെ ഒരുതരം ജനാധിപത്യപരമായ ഒരു റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ് ആയിട്ട് മാറണമെന്ന് ഈ ചാർവാകന്മാർ അംഗീകരിച്ചു. പിൽക്കാലങ്ങളിൽ വന്ന ബുദ്ധന്റെ ദർശനത്തെക്കാളും വളരെ ശക്തമായിട്ടുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ സദാചാര മീമാംസ ഉൾക്കൊള്ളുന്ന ഒരു പൊളിറ്റിക്കൽ ട്രീറ്റി ആയിരുന്നു ചാർവാകന്മാരുടെ ഫിലോസഫി. ഏകദേശം 5ഓളം വോളിയങ്ങൾ ഈ ചാർവാക ഫിലോസഫിയായിട്ട് ബന്ധപ്പെട്ട് അവിടെ എഴുതി പൂർണ്ണമാക്കി അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എങ്ങനെ ഇൻഡസ് വാലിയിലെ ജനങ്ങൾ, അതിനകത്തുള്ള ദാർശനികന്മാരും സയന്റിസ്റ്റുകളും അതുപോലെ എന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള ചിന്തകന്മാരെല്ലാം അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന അവരുടെ റിസർച്ച് മെത്തേഡ് ഉപയോഗിച്ച് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സിസ്റ്റം ഓഫ് നോളജിനെയും അതിൻ്റെ ലാംഗ്വേജിനെയും അതിൻ്റെ ടെക്നിക്സിനെയും അതിൻ്റെ മെത്തേഡിനെയും അതിൻ്റെ പ്രയോഗ രീതിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് ഇതിനിടയിൽ ഏലിയൻ ഫോഴ്സ് ആയിരിക്കുന്ന, അതായത് വിദേശത്ത് നിന്ന് നമ്മുടെ ഇന്ത്യയെ ആക്രമിച്ചു വന്ന ഏലിയൻ ഫോഴ്സ് ആയിരുന്ന ആര്യന്മാരുടെ വരവും പിന്നീട് ക്രമേണ ആര്യ ബ്രാഹ്മണരായിട്ട് വന്ന് ഇതിനെ ഇടപെടുകയും ക്രമേണ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ജനങ്ങളുമായിട്ട് ഇടപെട്ട് അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റം ഓഫ് ദ നോളജിനെ, അതുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചപ്പാടിനെ, അതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ അപ്രോച്ചിനെ, അതിൻ്റെ ലാംഗ്വേജിനെ, അതിൻ്റെ സയൻസിനെ, അതിൻ്റെ ടെക്നോളജിയെ അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്സിനെ എല്ലാം നശിപ്പിച്ചുകൊണ്ട് ഇൻഡസ് വാലിയുടെ ചിന്താധാരകളിലെല്ലാം ഒരുതരം കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുകയും ഒരുതരം അന്ധകാരം ക്രിയേറ്റ് ചെയ്യും, എല്ലാത്തിനെയും മലിനമാക്കി അടിച്ചമർത്തി തകർത്ത് തരിപ്പണമാക്കി മുന്നോട്ട് വരുന്ന ഒരു ആര്യ ബ്രാഹ്മണ ചാതുർവർണ്ണത്തിന്റെ ഒരു മുന്നോട്ട് വരവ് നമ്മൾ അങ്ങനെ ഇൻഡസ് വാലിയിൽ എല്ലായിടത്തും ജനങ്ങളുടെ എല്ലാ ജനപദങ്ങളിലേക്കും ആര്യ ബ്രാഹ്മണ മതമായിരിക്കുന്ന ചാതുർവർണ്ണ്യം പടർന്നു പിടിക്കുകയും ബ്രാഹ്മണിസം പടർന്നു പിടിക്കുകയും ചെയ്തതോടുകൂടി ഇൻഡസ് വാലിയിലെ ജനങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് കലാന്തരത്തിൽ പരമ്പരമായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന അവരുടെ സയൻസും ദർശനവും പൊളിറ്റിക്സും സാമൂഹ്യ ദർശനങ്ങളെല്ലാം തകർന്നടിഞ്ഞ് തരിപ്പണമാവുകയും അങ്ങനെ ഇൻഡസ് വാലിയിലെ ജനങ്ങളും നഗരപദങ്ങളെല്ലാം ഒരു അന്ധകാരത്തിലേക്ക് കുത്തുകുത്തുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക്. അങ്ങനെ വൈദേശികളായിട്ടുള്ള ആര്യ ബ്രാഹ്മണരുടെ മുന്നേറ്റത്തിന്റെ ഫലമായിട്ട് അവരുടെ ചതുർവർണ്ണത്തിൻ്റെയും അവരുടെ ബ്രാഹ്മണിക്കലായിട്ടുള്ള ഇടപെടലിൻ്റെയും അതിൻ്റെ മുന്നേറ്റത്തിന്റെ ഫലമായിട്ട് ഇൻഡസ് വാലിയിലെ ജനങ്ങളെല്ലാം ഒരുതരം അരിക്ഷതാവസ്ഥയിലാവുകയും നിശാബോധം നഷ്ടപ്പെട്ട് ഒരു അലഞ്ഞു തിരിഞ്ഞ ഒരവസ്ഥയിൽ എത്തിയപ്പോഴാണ് അവരെ വീണ്ടും അവരുടെ ട്രഡീഷൻ്റെ ഭാഗമായിട്ടുള്ള സ്വയം സിദ്ധമായ നാച്ചുറലായിട്ടുള്ള അവരുടെ പാരമ്പര്യത്തിലേക്ക് വീണ്ടും അവരെ കൈപിടിച്ചുയർത്തുന്നതിലേക്കും വീണ്ടും അവരുടെ ശരിയായ ഡയറക്ഷനിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ഒരു അവതാര പുരുഷൻ എന്ന രീതിയിൽ പോലെയാണ് ശ്രീബുദ്ധൻ ഇന്ത്യയിൽ ജനിക്കുകയും അങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് അദ്ദേഹം ഇറങ്ങി വരികയും ചെയ്തു. അങ്ങനെ അപകടത്തിലായ ജനങ്ങളുടെ ജീവിത അന്തരീക്ഷത്തെ, ജീവിത മണ്ഡലത്തെ റീസ്റ്റോർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇൻഡസ് വാലിയിലെ ജനങ്ങളുടെ പരമ്പരാഗതമായ ഒരു പാരമ്പര്യമായിട്ട് ആർജിച്ചു വച്ചിരുന്ന അവർ നേടിയെടുത്ത നോളജ് സിസ്റ്റത്തെയും അവരുടെ ദർശനത്തെയും അവരുടെ പൊളിറ്റിക്സിനെയും അല്ല അവരുടെ സയൻസിനെയും അവരുടെ സംസ്കാരത്തെയും ആത്മാവിനെയും എല്ലാം റീസ്റ്റോർ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ഒന്നുകൂടി ആർജവത്വമുള്ള ഒരു കാഴ്ചപ്പാടാക്കി മാറ്റുന്നതിന് വേണ്ടി ബുദ്ധൻ തീരുമാനിക്കുകയും അങ്ങനെ ജനങ്ങളായിട്ട് ഇടപെട്ട് പുതിയ ഉണ്ടായിരുന്നതിനെ പുതിയതായിട്ടൊന്നുകൂടെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയും അങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് അത് പ്രസന്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അദ്ദേഹം ആദ്യമായിട്ട് അവതരിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിലായിട്ടും സമൂഹത്തിന്റെ ജീവിതത്തിനകത്തും അല്ലെങ്കിൽ രാഷ്ട്രീയമായ കാര്യങ്ങളിലാണെങ്കിലും അതിലെ വ്യവസ്ഥതയും അതിൻ്റെ കണ്ടീഷനുമാണെങ്കിലും ഉള്ളതിനെ ഉള്ളതുപോലെ കാണുക എന്നുള്ളതാണ് ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. അതായത് മനുഷ്യന്റെ ജീവിതവും വ്യക്തിയും സമൂഹവും രാജ്യവും എല്ലാം പ്രകൃതിയും നമ്മളതിനെ കാണുമ്പോഴും സമീപിക്കുമ്പോഴും ഇടപെടുമ്പോഴും ഉള്ളതിനെ ഉള്ള രീതിയിൽ തന്നെ കാണുക എന്നുള്ളതാണ് ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. അതായത് മനുഷ്യനെ പോലുള്ള ആളുകളെ അല്ലെങ്കിൽ മനുഷ്യനായിട്ട് തന്നെ കാണുക എന്നുള്ളതാണ്. നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ മനുഷ്യനെ കണ്ടിരുന്നത് ഒരു റാഷണൽ ബീയിങ്, ഒരു ഇന്റലിജന്റ് ബീയിങ് ആയിട്ടാണ് കാണുന്നത്. അതാണ് സാങ്കന്മാരെ പോലുള്ള ഋഷിമാർ
മനുഷ്യന് നൽകിയിരിക്കുന്ന നിർവചനവും കാഴ്ചപ്പാടും. മനുഷ്യൻ ജന്മനാ തന്നെ റാഷണൽ ബീങ് ആണ്, ഒരു ഇൻ്റലിജൻറ്റ് ബീങ് ആണ്. അങ്ങനെ ഇൻ്റലിജൻ്റ് ആയിട്ട് ബീങ് ആയിട്ട് റാഷണൽ ബീങ് ആയിട്ട് ചിന്തിക്കുകയും റാഷണൽ ബീങ് ആയിട്ട് സംസാരിക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും റാഷണൽ ബീങ് ആയിട്ട് ഇടപെടുകയും അങ്ങനെ റാഷണലായിട്ട് സമൂഹത്തെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചും രാജ്യകാര്യങ്ങളെക്കുറിച്ചും സാമൂഹിക കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നാണ് ബുദ്ധൻ്റെ ഒരു കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാട് തന്നെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിലനിന്ന് പോകുന്ന കാഴ്ചപ്പാട്. മാത്രമല്ല മനുഷ്യനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവൻ സ്വയമായിട്ട് തീരുമാനിക്കുകയും മനുഷ്യൻ്റെ സാമൂഹിക കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളിൽ സദാചാരത്തെക്കുറിച്ച് മൊറാലിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ മതത്തെക്കുറിച്ച് അല്ലെങ്കിൽ നോളജ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ റാഷണൽ ആൻഡ് ടെക്നിക്കൽ സൈഡെല്ലാം അവൻ സ്വയമായിട്ട് തീരുമാനിച്ച് ഡെവലപ്പ് ചെയ്യുകയും അതവൻ്റെ എക്സ്പീരിയൻസിനും യുക്തിക്കും നിരക്കുന്ന രീതിയിൽ ചിന്തിക്കുകയും ഉറപ്പിക്കുകയും രൂപീകരിക്കുകയും ചെയ്യണമെന്നാണ് ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മനുഷ്യനെ മനുഷ്യനായിട്ട് തന്നെ കണ്ടുകൊണ്ട് ഉള്ളതായിട്ട് തന്നെ കണ്ടുകൊണ്ട് രൂപീകരിക്കുന്ന ഒരു ട്രൂത്ത് സങ്കല്പം ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ അവരുടെ ട്രഡീഷൻ്റെ ഭാഗമായിരുന്നു. അതിന് ഭഗവാൻ അത് ബുദ്ധൻ വീണ്ടും അതിനെ റീസ്റ്റോർ ചെയ്ത് ഉറപ്പിച്ച് ജനങ്ങളുടെ മുന്നിലേക്ക് ഒരു പ്രമാണമായിട്ട് തന്നെ പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക്. അപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോലെ മനുഷ്യനെ അവൻ്റെ യുക്തിബോധത്തിൻ്റെ അടിസ്ഥാനത്തിലും അവൻ്റെ വ്യക്തിത്വം, അവൻ്റെ ജീവിതം, അവൻ സമൂഹമായിട്ട് ബന്ധപ്പെടുന്ന രീതികൾ, അതിൽ സമൂഹത്തിൻ്റെതായിട്ടുള്ള നിലനിൽപ്പും അതിൻ്റെ അസ്തിത്വവും എല്ലാം യുക്തിപരമായ കാഴ്ചപ്പാടോടുകൂടിയും യുക്തിയുടെ ലാംഗ്വേജും യുക്തിയുടെ മെത്തേഡും ടെക്നിക്സും എല്ലാം ഉപയോഗിച്ച് ചിന്തിക്കുകയും തീരുമാനിക്കുകയും അങ്ങനെ യുക്തിപരമായ ഒരു ജീവിതം മുന്നോട്ട് വയ്ക്കണം എന്നുള്ളതാണ് ബുദ്ധൻ്റെയും ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ സംസ്കാരത്തിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത്. മാത്രമല്ല മനുഷ്യനെ മാത്രമല്ല നമ്മൾ പ്രകൃതിയെയും നമ്മൾ പ്രകൃതിയായിട്ടുള്ള ഇടപെടൽ, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയും അത് എങ്ങനെയാണ് അതിൻ്റെ ട്രൂത്ത് അങ്ങനെ തന്നെ നിൽക്കണമെന്നാണ് ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നമ്മൾ മറ്റു ചില ചിന്തകളിൽ കാണുന്നത് പോലെ, ചില ഐഡിയലിസത്തിൽ കാണുന്ന പോലെ, ചില ബ്രാഹ്മണ്യത്തിലും ചതുർവർണ്ണയത്തിലും കാണുന്ന പോലെ, ആര്യൻവാദങ്ങളിൽ കാണുന്ന പോലെ മനുഷ്യൻ ബ്രാഹ്മണനാണ്, മനുഷ്യൻ ക്ഷത്രിയനാണ്, മനുഷ്യൻ വൈശ്യനാണ്, ശൂദ്രനാണ്, തൊട്ടുകൂടാത്തവനാണ്, തീണ്ടിക്കൂടാത്തവനാണ്, ഇങ്ങനെയുള്ള പഴകിയ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും വെച്ച് മനുഷ്യനെ എക്സ്പ്ലെയിൻ ചെയ്യാനോ ഡിഫൈൻ ചെയ്യാനോ മെഷർ ചെയ്യാനോ ശ്രമിക്കേണ്ട കാര്യമില്ല എന്നാണ് ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യന് മാത്രമല്ല പ്രകൃതിക്കും യുക്തിക്ക് നിരക്കാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ കാലഘട്ടത്തിൻ്റെയും കോമൺ സെൻസിൻ്റെയും മര്യാദയ്ക്ക് നിരക്കാത്ത രീതിയിലുള്ള എക്സ്പ്ലനേഷനോ ഡെഫിനീഷനോ പ്രകൃതിക്കും നമ്മൾ നൽകേണ്ടതില്ല എന്നുള്ളതാണ്. ഉള്ളതിനെ ഉള്ള പോലെ കാണുക, അതായത് ട്രൂത്ത് ഇൻ ട്രൂത്ത് ആൻഡ് അൺട്രൂത്ത് ഇൻ അൺട്രൂത്ത് എന്നുള്ളതാണ് ബുദ്ധൻ്റെ കാഴ്ചപ്പാട്. മറ്റു രീതിയിലുള്ള കാര്യങ്ങളൊന്നും ബുദ്ധൻ അംഗീകരിക്കുകയോ സ്വീകരിക്കുകയോ സമ്മതിക്കുകയോ ചെയ്യുന്നില്ല. അത് പാടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ബ്രാഹ്മണിക്കായിട്ടുള്ള കാര്യങ്ങൾ, ചാതുർവർണ്ണയത്തിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ റേസിസം പോലുള്ള കാര്യങ്ങൾ പാടെ ബുദ്ധൻ നിരാകരിക്കുകയും മനുഷ്യനെയും സമൂഹത്തെയും മൊത്തമായിട്ടൊരു സംശുദ്ധമായ എൻറ്റിറ്റി ആയിട്ട് കാണുകയും എല്ലാവരും ഹാർമണിയിൽ ജീവിക്കണമെന്ന് പറയുകയും ചെയ്യുക ഒരു ദാർശനികനാണ്, ഒരു ദീക്ഷണാശാലിയായ ഒരു ദാർശനികനാണ് ശ്രീബുദ്ധൻ. മറ്റൊരു കാര്യം, ശ്രീബുദ്ധൻ ഇൻഡസ് വാലിയിലെ ജനങ്ങളോട്, പൊതുവെ ഇന്ത്യക്കാരോട് പറയുന്ന മറ്റൊരു കാര്യം, മനുഷ്യൻ ചരിത്രപരമായിട്ട് എത്രമാത്രം ഏത് പൊസിഷനിലാണെന്നും ചരിത്രപരമായിട്ട് ഇന്ത്യയിലെ മനുഷ്യനുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഇൻഡസ് വാലിയിലെ ജനങ്ങൾക്കുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും അത് എങ്ങനെ പരിഹരിക്കണമെന്ന് പറയുകയും അതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ചരിത്രപരമായ മനുഷ്യനെ അവൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന മനുഷ്യൻ്റെ സ്വരൂപത്തെ മറയ്ക്കുന്ന അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തെയും അവൻ്റെ ഭാഷയെയും അവൻ്റെ സംസ്കാരത്തെയും അവൻ്റെ എല്ലാ രീതിയിലുള്ള ഗുണഗണങ്ങളെയും മറയ്ക്കുന്ന കുറേ കാര്യങ്ങൾ ഇൻഡസ് വാലിയിലും പൊതുവെ പരിസര പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബുദ്ധൻ മനുഷ്യൻ്റെ സ്വരൂപത്തെക്കുറിച്ച് പറഞ്ഞു വരുന്നത്. മനുഷ്യൻ്റെ സ്വരൂപം എന്ന് പറഞ്ഞിരിക്കുന്നെങ്കിൽ അദ്ദേഹം പറയുന്നത് മനുഷ്യൻ്റെ സ്വരൂപം എന്ന് പറഞ്ഞെങ്കിൽ മനുഷ്യൻ ഒരു റാഷണൽ കോൺഷ്യസോട് കൂടിയ വ്യക്തിയാണ്. റാഷണൽ കോൺഷ്യസോട് വ്യക്തിയാണ്. അവൻ്റെ സ്വയ ലക്ഷണം, അവൻ്റെ സ്വരൂപം റാഷണൽ കോൺഷ്യസ് ആണ്.
അങ്ങനെ മനുഷ്യന്റെ അവയർനെസ്സിനും അവന്റെ ബോധത്തിനും അവന്റെ അവന്റെ ഇന്റലിജൻസിനും പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു റാഷണൽ ബീങ് ആണ്, ഒരു ഇന്റലിജന്റ് ബീങ് ആണ്. അതുപോലെ ഒരു പബ്ലിക് കൾച്ചറോട് കൂടിയ ഒരു 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 ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുകയും മനുഷ്യന്റെ ഈ കോൺഷ്യസിനെ അല്ലെങ്കിൽ ഈ ഗുണങ്ങളെ മറയ്ക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്നാണ് ബുദ്ധൻ ജനങ്ങളോട് പറയുന്നത്. അതായത് മനുഷ്യന്റെ രൂപത്തെയും ഭാവത്തെയും ഗുണങ്ങളെയും മറയ്ക്കുന്ന ചാതുർവർണ്ണ്യം പോലുള്ള കാര്യങ്ങൾ മാറ്റിക്കളയണം, ബ്രാഹ്മണിക്കായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിക്കളയണം, വർണ്ണ സിദ്ധാന്തങ്ങളും വർണ്ണവിവേചനങ്ങളും പോലുള്ള കാര്യങ്ങൾ വ്യക്തിയിൽ നിന്നും സമൂഹത്തിൽ നിന്നും മാറ്റിക്കളയണം. ചരിത്രപരമായിട്ടും അല്ലെങ്കിൽ മനുഷ്യൻ ആചരിച്ചു വരുന്ന ചില ഹാബിറ്റുകളായിരിക്കുന്ന ഡോക്മകളെ, അന്ധവിശ്വാസങ്ങളെയും ഡോക്മകളെയും മനുഷ്യൻ അവന്റെ മനസ്സിൽ നിന്നും അവന്റെ ജീവിതത്തിൽ നിന്നും മാറ്റിക്കളയണം. അതുപോലെ അവനിൽ കുടികൊള്ളുന്ന അല്ലെങ്കിൽ അവനിൽ കയറി പിടിച്ചിരിക്കുന്ന അവന്റെ മനസ്സിലും അവന്റെ ലാംഗ്വേജിലും പ്രവൃത്തിയിലും വ്യാപിച്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഇഗ്നോറൻസിനെ പാടെ ഉപേക്ഷിക്കണം. ഇഗ്നോറൻസ് അഥവാ അന്ധകാരത്തെ പാടെ ഉപേക്ഷിക്കുകയും അങ്ങനെ പുതിയ വെളിച്ചത്തിലേക്ക് മനുഷ്യൻ നീങ്ങി വരണം, അല്ലെങ്കിൽ പുതിയ വെളിച്ചത്തിലേക്ക് മനുഷ്യൻ ഉയർന്നു വരണമെന്നാണ് ബുദ്ധൻ പറയുന്നത്. അങ്ങനെ മനുഷ്യനെ തടസ്സപ്പെടുകയും ആ മനുഷ്യനെ കവർ ചെയ്യുന്നതുമായ ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് മറ്റൊരു കാര്യം പറഞ്ഞാൽ മനുഷ്യന് നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മനുഷ്യൻ നെഗറ്റീവ് ആക്കുന്ന ക്രൈമുകളെയും ഇൻസ്റ്റിങ്കളെയും മാറ്റിക്കളഞ്ഞിട്ട് മനുഷ്യന് പൂർണ്ണമായ ഒരു റാഷണൽ കോൺഷ്യസോടുകൂടിയ ഒരു മനുഷ്യനായിട്ട് മാറണമെന്നാണ് ബുദ്ധൻ പറയുന്നത്. അങ്ങനെ മനുഷ്യനിൽ കുടികൊള്ളുന്ന പ്രജ്ഞയ്ക്കും തിരിച്ചറിവിനും പ്രാധാന്യം നൽകിക്കൊണ്ട് പാരമ്പര്യങ്ങളിൽ നിന്നും മറ്റെല്ലാ ഘടകങ്ങളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും അങ്ങനെ തനതായ ഒരു സ്വത്വത്തിൽ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുകയാണ് ബുദ്ധൻ ചെയ്യുന്നത്. അങ്ങനെ മനുഷ്യരിൽ കൂടിയുള്ളുന്ന പ്രകൃതിദത്തമായ അവൻ്റെ നൈസർഗികമായ ഈ റാഷണൽ കോൺഷ്യസിനനുസരിച്ച് മനുഷ്യൻ ചിന്തിക്കുകയും മനുഷ്യൻ സംസാരിക്കുകയും മനുഷ്യൻ ഇടപെടുകയും മനുഷ്യൻ കമ്മ്യൂണിക്കേഷൻ നടത്തുകയും ചെയ്യണമെന്നാണ് ശ്രീബുദ്ധൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു സൃഷ്ടികളിൽ വളരെ ഉയർന്ന ഒരു സ്ഥാനം മനുഷ്യന് കൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, മനുഷ്യൻ ഉയർന്ന വ്യക്തിത്വത്തോടുകൂടി അവൻ ഓരോ വ്യക്തികളായിട്ട് ഇടപെട്ടു പോവുകയും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനായിട്ട് ഇടപെട്ടു പോവുകയും അവരുടെ ജീവിതത്തെ അവൻ നിയന്ത്രിക്കുകയും ഓർഗനൈസ് ചെയ്യുകയും അങ്ങനെ സമൂഹത്തെയും സാമൂഹ്യ ബന്ധങ്ങളെയും വേണ്ട രീതിയിൽ ഓർഗനൈസ് ചെയ്യുകയും അങ്ങനെ സാമൂഹിക ബന്ധങ്ങളും രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതനുസരിച്ച് ചിട്ടപ്പെടുത്തുകയും ഓർഗനൈസ് ചെയ്യുകയും ചെയ്യണമെന്നാണ് ബുദ്ധൻ പറയുന്നത്. അങ്ങനെ വ്യക്തിയും സമൂഹവും രാജ്യവും അല്ലെങ്കിൽ മനുഷ്യൻ ജീവിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഒരു റിലേറ്റീവായിട്ടുള്ള റാഷണലായിട്ടുള്ള ഒരു സെൽഫ് കോൺഷ്യസോടുകൂടിയ മനുഷ്യനായിരിക്കണം ജീവിക്കേണ്ടത് എന്നുള്ളതാണ് ബുദ്ധൻ പറയുന്നത്. ഇങ്ങനെയുള്ള തിരിച്ചറിവ് നമ്മൾ ജീവിതത്തിലുടനീളം മെയിൻറ്റെയിൻ ചെയ്യുകയും, ഞാൻ നേരത്തെ പറയല്ലോ, നമ്മുടെ ഭാഷയിലും കമ്മ്യൂണിക്കേഷനിലും ഇടപെടലും അല്ലെങ്കിൽ പെരുമാറ്റത്തിലെല്ലാം വ്യക്തിയും സമൂഹവും രാഷ്ട്രീയമായിട്ടുള്ള ബന്ധങ്ങളിലെല്ലാം ഈ തിരിച്ചറിവ് വേണ്ട രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുകയും നമ്മൾ ഇടപെട്ട് ഡെവലപ്പ് ചെയ്യുന്ന നോളജ് സിസ്റ്റം ആണെങ്കിലും സയൻസ് ആണെങ്കിലും പ്രാക്ടിക്കൽ സയൻസ് ആണെങ്കിലും അതുപോലെ സമൂഹത്തിൻ്റെയും അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെയും സയൻസ്, മൊറാലിറ്റി, നിയമങ്ങൾ, കണ്ടീഷൻസ്, സദാചാരമെല്ലാം ഈ പറയുന്ന തിരിച്ചറിവോടുകൂടി നമ്മൾ രൂപപ്പെടുത്തുകയും കണ്ടീഷൻ ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് ബുദ്ധൻ ഇൻഡസ് വാലിയിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത്, ഈ തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും അറിയുകയും നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ടതും വീണ്ടും വീണ്ടും നമ്മൾ പ്രായോഗികമായ കാഴ്ചപ്പാടിലും പ്രായോഗിക തലത്തിലും കൊണ്ടുവരേണ്ടിയിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഈ പ്രപഞ്ചം മുഴുവനും അല്ലെങ്കിൽ പ്രകൃതിയിലുടനീളം നാച്ചുറൽ ലോസ് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പ്രകൃതി നാച്ചുറൽ ലോസിന് വിധേയമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ പ്രകൃതിയിലെ ഓരോ ഡൊമൈൻസും പ്രകൃതിയിലെ ഓരോ പ്രതിഭാസങ്ങളും ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും അല്ലെങ്കിൽ ഇല്ലാതാകുന്നതും പ്രകൃതിയിലെ അനാദിയും അനന്തവുമായിരിക്കുന്ന പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ചാണ്. അതുപോലെ ഈ പ്രകൃതിയിൽ ജീവിക്കുന്ന മനുഷ്യനെ പോലെയുള്ള അല്ലെങ്കിൽ ജീവജാലങ്ങളാണെങ്കിലും മനുഷ്യനെ പോലെയുള്ള റാഷണൽ കോൺഷ്യസ് ഉള്ള
റാഷണൽ കോഴ്സോടുകൂടിയ മനുഷ്യനാണെങ്കിലും അവൻ്റെ ജീവിതത്തെയും അവൻ്റെ സാമൂഹികമായ കാര്യങ്ങളെയും രാഷ്ട്രീയ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നതിനും രൂപപ്പെടുത്തുന്നതിനും റെഗുലേറ്റ് ചെയ്യുന്നതിനും ഈ പ്രകൃതിയിലുടനീളം അല്ലെങ്കിൽ സമൂഹത്തിലുടനീളം ഒരുതരം യൂണിവേഴ്സൽ ഓർഡർ നിലനിൽക്കുന്നുണ്ടെന്നാണ് ബുദ്ധൻ പറയുന്നത്. അതായത് പ്രകൃതിയിലെ നാച്ചുറൽ ലോയും മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുതരം യൂണിവേഴ്സൽ മോറൽ ഓർഡർ നിലനിൽക്കുന്നുണ്ടെന്നാണ് ശ്രീബുദ്ധൻ പറയുന്നത്. നമ്മൾ ആ മോറൽ ഓർഡറിനെ അല്ലെങ്കിൽ മോറലായിട്ടുള്ള റെഗുലേഷനെ, ആ പ്രിൻസിപ്പിൾസിനെ തിരിച്ചറിയുകയും നമ്മുടെ വ്യക്തിയുടെ ജീവിതത്തെയും സമൂഹത്തിന്റെ ജീവിതത്തെയും രാജ്യത്തിന്റെ ജീവിതത്തെയും അതിൽ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയും മനുഷ്യന് പ്രകൃതിയായിട്ടുള്ള ബന്ധത്തെയും വേണ്ട രീതിയിൽ ഓർഡർ ചെയ്യുകയും ക്രമപ്പെടുത്തുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യന്റെ ജീവിതത്തിനകത്ത് അവന് സമാധാനവും ആനന്ദവും അല്ലെങ്കിൽ ഐശ്വര്യവും ഉണ്ടാവും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതല്ലാതെ നമ്മൾ ഈ മേൽപ്പറഞ്ഞിരിക്കുന്ന നാച്ചുറലോ അല്ലെങ്കിൽ സമൂഹത്തിനകത്ത് യൂണിവേഴ്സൽ മോറൽ ഓർഡർ കൂടാതെ കൃത്രിമമായിട്ട് മനുഷ്യൻ ക്രിയേറ്റ് ചെയ്യുന്ന അവൻ്റെ ദുരുദ്ദേശപരമായ സെൽഫ് ഇൻട്രസ്റ്റ് അനുസരിച്ച് മനുഷ്യനെ ചൂഷണം ചെയ്യുന്നതിനും ഡോമിനേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് മനുഷ്യൻ ക്രിയേറ്റ് ചെയ്യുന്ന റേസിസം ആണെങ്കിലും ചാതുർവർണ്ണ്യമാണെങ്കിലും ബ്രാഹ്മണിസമാണെങ്കിലും അതെല്ലാം തികഞ്ഞ അരിക്ഷിതാവസ്ഥയും അന്ധകാരത്തെയും തെറ്റിദ്ധാരണകളെയും ക്രിയേറ്റ് ചെയ്യുകയും മനുഷ്യൻ്റെ ജീവിതത്തെയും അവൻ്റെ മനസ്സിനെയും അവൻ്റെ സമൂഹത്തെയും അവൻ്റെ എല്ലാ രീതിയിലും കാഴ്ചപ്പാടുകയും നശിപ്പിക്കുകയും മനുഷ്യനെ അന്ധകാരത്തിലേക്കും അരിക്ഷിതാവസ്ഥയിലേക്കും കൊണ്ടുചെന്നെത്തിക്കുമെന്നാണ് ശ്രീബുദ്ധൻ പറയുന്നത്. അതിൽ ഒരു കാരണവശാലും ഇൻഡസ് വാലിയിലെയോ അഥവാ ഇന്ത്യയിലെയോ ജനങ്ങൾ അതിനെ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അതനുസരിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യരുത് എന്ന് പറയുകയും ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളെയും പൊള്ളത്തരങ്ങളെയും ഫേക്കായിട്ടുള്ള കാര്യങ്ങളെയും കംപ്ലീറ്റ് തള്ളിക്കളഞ്ഞ് മനുഷ്യൻ സ്വയസിദ്ധമായ പ്രകൃതിയാലുള്ള അവൻ കിട്ടിയിരിക്കുന്ന എന്താണ് അവൻ്റെ യുക്തിപരമായ റാഷണൽ കോൺഷ്യസോടുകൂടി സ്വയം നിയന്ത്രിതമായി സ്വയമായിട്ട് റെഗുലേറ്റ് ചെയ്ത് സ്വയമായിട്ട് സ്ട്രക്ചർ ചെയ്ത് വ്യക്തിയെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും നിയന്ത്രിച്ചു നിർത്തുകയും സംരക്ഷിച്ചു നിർത്തുകയും ചെയ്യണമെന്നാണ് ബുദ്ധൻ പറയുന്നത്. അതുപോലെ മനുഷ്യന്റെ അറിവിന്റെ കാര്യത്തിലാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ അറിവിന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ആണെങ്കിലും ബുദ്ധന് അദ്ദേഹത്തിൻ്റെതായ ഒരു ഉദാത്തമായ ഒരു വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. മാലിന്യങ്ങളെല്ലാം നിർമ്മാർജ്ജനം ചെയ്തതിന് ശേഷം നമ്മുടെ അറിവും അതിൻ്റെ അന്വേഷണവും അതിൻ്റെ ട്രൂത്ത് ആൻഡ് ഫാൾസിറ്റിയും മനുഷ്യന്റെ എക്സ്പീരിയൻസിന്റെ മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട് ലിമിറ്റ് ചെയ്യണമെന്നും അല്ലെങ്കിൽ എക്സ്പീരിയൻസിന്റെ മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന കാര്യക്ഷമയോടുകൂടിയുള്ള അറിവിനെ, ജ്ഞാനത്തെയാണ് നമ്മൾ രൂപീകരിച്ച് എടുക്കേണ്ടതെന്നും അതിന് പ്രധാനമായും എന്നുണ്ടെങ്കിൽ നമ്മുടെ അനുഭവങ്ങളും അല്ലെങ്കിൽ യുക്തിബോധവും വേണ്ട രീതിയിൽ ലയിപ്പിച്ച് പരസ്പരം പ്രവർത്തിപ്പിച്ച് അതിലൂടെ പരസ്പര പൂരകമായ യുക്തിയുടെയും എക്സ്പീരിയൻസിൻ്റെയും പരസ്പര പൂരകമായ ഇൻട്രാക്ഷനിലൂടെ ശരികളെയും തെറ്റുകളെയും തിരിച്ചറിഞ്ഞ് അതിനെ വീണ്ടും വീണ്ടും കറക്റ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് വേണമെങ്കിൽ അതിനെ നമുക്ക് വെരിഫിക്കേഷന് വിധേയമാക്കിക്കൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അറിവ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം. ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് നമ്മുടെ അറിവുകളെല്ലാം എപ്പോഴും ഒന്നെങ്കിൽ റീസന്റെ നമ്മുടെ യുക്തിബോധത്തിന്റെ ബേസിലോ അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ അപ്രോച്ചിന്റെ കാഴ്ചപ്പാടിന്റെ രൂപത്തിലോ ആയിരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. നോളജ് എങ്ങനെയാണെങ്കിൽ നോളജിന്റെ ഉത്ഭവം അല്ലെങ്കിൽ അതിലെ ഡെവലപ്മെന്റ്, അതിന്റെ ഫോർമേഷൻ ആൻഡ് സിസ്റ്റമൈസേഷൻ എങ്ങനെയാണെങ്കിലും നമ്മൾ അനാവശ്യമായിട്ടുള്ള ഹൈപ്പോത്തിസിസിലേക്കോ അനാവശ്യമായിട്ടുള്ള അതീന്ദ്രിയവാദങ്ങളിലേക്കോ ഐഡിയലിസ്റ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മുടെ യുക്തിബോധത്തിലൂടെയും അനുഭവത്തിന്റെ റിസോഴ്സിലൂടെയും നമുക്ക് നേടിയെടുക്കാമെന്നാണ് ബുദ്ധൻ പറയുന്നത്. അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നോളജ്, അതിൻ്റെ ട്രൂത്ത് ആൻഡ് ഫാൾസിറ്റി അത് റാഷണൽ ആയിരിക്കുകയും സയന്റിഫിക് ആയിരിക്കുകയും ചെയ്യണമെന്നാണ് ബുദ്ധൻ പറയുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഈ നോളജ് അത് 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 മോറൽ സയൻസ് ആണെങ്കിലും പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിലും ഫിസിക്കൽ സയൻസ് ആണെങ്കിലും മെഡിക്കൽ സയൻസ് ആണെങ്കിലും
മാത്തമാറ്റിക്സ് ആണെങ്കിലും അസ്ട്രോണമി ആണെങ്കിലും ആർക്കിടെക്ചർ ആണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ അതിൻ്റെ ഇടപെടൽ എപ്പോഴും, അല്ലെങ്കിൽ അതിൻ്റെ വാലിഡിറ്റി, അതിൻ്റെ മീനിങ്ങിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ യുക്തിബോധത്തിലൂടെയും അല്ലെങ്കിൽ സയൻറ്റിഫിക് റീസൺ ഉപയോഗിച്ചാണോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൂടാതെ നമ്മുടെ എക്സ്പീരിയൻസിൻ്റെയും യുക്തിബോധത്തിൻ്റെയും നമ്മുടെ യുക്തി ചെന്നെത്താത്ത ട്രാൻസെൻഡൽ ആയിട്ടുള്ള ഏരിയകളിലേക്കും അതീന്ദ്രിയമായ കാര്യങ്ങളിലേക്കും പോകേണ്ടതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മാത്രമല്ല, നമ്മൾ ഈ അറിയിച്ച് ഫോർമുലേറ്റ് ചെയ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന നോളജ് വ്യക്തിക്കും സമൂഹത്തിനും രാജ്യത്തിനും എല്ലാവർക്കും പ്രയോജനപ്രദമായിരിക്കണം. അതിൽ ആ നോളജ് എല്ലാവർക്കും പ്രൊഡക്റ്റീവായിരിക്കണം. വ്യക്തിക്കും സമൂഹത്തിനും രാജ്യത്തിനും ക്ഷേമത്തെയും ഐശ്വര്യത്തെയും അതുപോലെ പുരോഗതിയെയും അല്ലെങ്കിൽ വളർച്ചയെയും പ്രദാനം ചെയ്യുന്ന നോളജുകളായിരിക്കണം എന്നുള്ളതാണ് ശ്രീബുദ്ധൻ ഇൻഡസ് വാലിയിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അനാവശ്യമായിട്ടുള്ള അതീന്ദ്രിയവാദങ്ങളും ഐഡിയലിസവും അല്ലെങ്കിൽ തിയോളജിക്കലായിട്ടുള്ള ചില കാര്യങ്ങളും ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ആർഗ്യുമെന്റും അനാവശ്യമായ വാദകോലാഹലങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കാലത്താണ് ബുദ്ധൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നോളജിൻ്റെ ശരിയായിട്ടുള്ള അവസ്ഥയെക്കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രയോജന രീതികളെക്കുറിച്ചും ബുദ്ധൻ വീണ്ടും വീണ്ടും ജനങ്ങളെ ബോധവാനാക്കുകയും അല്ലെങ്കിൽ ജനങ്ങളെ അതിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അത് നമ്മുടെ നോളജ് ഏത് രീതിയിലാണെങ്കിലും, അത് നോളജ് പർട്ടിക്കുലർ ആണെങ്കിലും സിസ്റ്റമായിട്ട് നമ്മൾ ഫോം ചെയ്യുകയാണെങ്കിലും അതെല്ലാം നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കണം, യുക്തിബോധത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിച്ചത്. അതിന് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ പിന്നീട് ബൗദ്ധമരി പീരീഡിലും പല പല രീതിയിലുള്ള നോളജിൻ്റെ സിസ്റ്റം വളരെ ഭംഗിയായിട്ട് രൂപപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. അതിന് ചില ഉദാഹരണങ്ങളാണ് നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ അവിടുത്തെ ജനങ്ങൾ സ്വന്തം ജീവിതത്തിനകത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന നാച്ചുറലായിട്ടുള്ള ചികിത്സാ രീതിയും അത് പിന്നീട് ബൗദ്ധമാരിയൻ പീരീഡിലേക്ക് ഡെവലപ്പ് ചെയ്ത് അത് ബുദ്ധിസ്റ്റുകളുടെ ഒരു സയൻസ് ആയിരുന്ന മെഡിക്കൽ സയൻസ് ആയിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ആയുർവേദം എന്ന് പറയുന്ന ബൃഹത്തായ സിസ്റ്റം ഓഫ് ദ നോളജ് ആൻഡ് പ്രാക്ടീസ് ഈ ശാഖയിൽപ്പെട്ടതാണ്. അത് നമ്മൾ ഈ പറയുന്നത് പോലെ എന്താണ്, നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ ബേസിലും പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇടപെടുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടും പ്രകൃതിയും മനുഷ്യൻ നമ്മളുടെ ബന്ധത്തെയും കുറിക്കുന്ന വളരെ 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 ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള ഡെഫിനേഷനും എക്സ്പ്ലനേഷനും ട്രീറ്റ്മെൻറ്റ് രീതിയും ഉൾക്കൊള്ളുന്നതാണ് ഈ ആയുർവേദം എന്ന് പറയുന്നത്. അതുപോലെ ഇൻഡസ് വാലി സിവിലൈസേഷൻസ് അവർ ക്രിയേറ്റ് ചെയ്തിരുന്ന നോളജ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പ്രകൃതിയെക്കുറിച്ചുള്ള പ്രകൃതിവാദങ്ങൾ, സാങ്ക്യം പോലുള്ള പ്രകൃതിവാദങ്ങൾ, അതിൻ്റെ മെറ്റാഫിസിക്സ്, അവർ ഇൻഡസ് വാലിയിലെ ജനങ്ങളെ വളരെ റാഷണലായിട്ടും സയൻറ്റിഫിക്കായിട്ടും ഡെവലപ്പ് ചെയ്യുന്ന ചാർവാക ഫിലോസഫി ഓഫ് ദ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് മൊറാലിറ്റി ആൻഡ് എത്തിക്സ്, അതുപോലെ ആസ്ട്രോണമിയും മാത്തമാറ്റിക്സും, അതുപോലെ തന്നെങ്കിൽ വാസ്തുശില്പവും ആർക്കിടെക്ചറും ഇതെല്ലാം കൂടിച്ചേർന്ന് മനോഹരമായി ഡെവലപ്പ് ചെയ്ത ഒരു ജനപദങ്ങളുടെയും നഗര സംവിധാനങ്ങളുടെയും ഒരു ആകത്തുകയാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇതെല്ലാം ബേസ് ചെയ്തിരിക്കുന്ന നമ്മൾ അറിവ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയും അത് ഉപയോഗിക്കുന്ന രീതിയും അത് അപ്ലൈ ചെയ്യുന്ന രീതിയിലും അത് വ്യാപനം ചെയ്യുന്ന രീതിയുടെ സത്യസന്ധതയും സമർപ്പണവും അതുപോലെ അതിൻ്റെ പ്രയോജനങ്ങളുമാണ് എന്ന് വീണ്ടും നമുക്ക് കാണാം. ഇതിൻ്റെ കൂടെ നമുക്ക് പറയാനുള്ളത്, ഈ നോളജ് റാഷണൽ നോളജ് ആണെങ്കിലും സയൻറ്റിഫിക് നോളജ് ആണെങ്കിലും കോമൺ സെൻസ് നോളജ് ആണെങ്കിലും ഇത് മനുഷ്യൻ്റെ സമൂഹത്തിൽ ആകമാനം സ്വീകരിക്കപ്പെടുന്നതിനും അല്ലെങ്കിൽ പ്രയോജനത്തിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ട് ജനങ്ങൾക്ക് എല്ലാവർക്കും, വ്യക്തിക്കും സമൂഹത്തിനും രാജ്യത്തിനും ഇതെല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും വീണ്ടും വീണ്ടും ഇതിനെ ക്രിട്ടിക്കലായിട്ടും എക്സ്പീരിമെൻ്റലായിട്ടും വെരിഫൈ ചെയ്യുകയും മീനിങ് ഫുള്ളാക്കി വീണ്ടും വീണ്ടും ഡെവലപ്പ് ചെയ്യും, കറക്റ്റ് ചെയ്യുകയും റിവൈസ് ചെയ്യും. അങ്ങനെ നോളജിൻ്റെ ഒരു പ്രോസസ്സ് വളരെ തനതായ സ്വയം സിദ്ധമായ മനുഷ്യപ്രകൃതിയുടെ ഭാഗമായിരിക്കുന്ന ഒരു സത്യത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും അനസ്യൂതമായ ഒരു പ്രവാഹമായിട്ടാണ് ബുദ്ധൻ നോളജിനെ കാണുന്നത്. മാത്രമല്ല, വ്യാപകമായ ചർച്ചയ്ക്കും ഡിസ്കഷനും അത് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിരിക്കണമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ഇത് യൂണിവേഴ്സലി അംഗീകരിക്കപ്പെടേണ്ടതും അതുപോലെ തന്നെ പ്രയോജനം എല്ലാവർക്കും കിട്ടേണ്ടതുമാണെന്ന് ബുദ്ധൻ വീണ്ടും വീണ്ടും നമ്മളെ ആഹ്വാനം ചെയ്യും.
അങ്ങനെ ഇൻഡസ് വാലിയുടെയും പിന്നീട് വന്ന ബൗദ്ധൻ മൗര്യൻ പീരീഡുടെയും കാലത്ത് നോളജ് അതിൻ്റെ മനോഹരമായ അതിൻ്റെ പെർഫെക്റ്റായ രൂപത്തിലേക്ക് ഒരു കാഴ്ചപ്പാടിലേക്ക് വളർന്നു വരികയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ. അതേപോലെ തന്നെ ശ്രീബുദ്ധൻ പുരാതന ഇന്ത്യയിലെ ആൻഷ്യന്റ് വാലി ഇൻഡസ് വാലിയിലെ ഇന്ത്യയിലെയും ജനങ്ങളോട് സമൂഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പിക്ചർ വളരെ ഉദാത്തവുമാണ്, വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു സങ്കല്പമാണ് സമൂഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സമൂഹത്തിലെ ഓരോ വ്യക്തികളും നമ്മൾ അതിനു മുമ്പ് നമ്മൾ കണ്ടിരുന്ന പോലെ ഇൻഡസ് വാലിയിൽ നിലനിന്നിരുന്ന കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടും പിന്നീട് ചർവാരന്മാരും അതുപോലെ കപില മഹർഷിയും ഡെവലപ്പ് ചെയ്തിരിക്കുന്ന മനുഷ്യസങ്കല്പത്തെ ഒന്നോടെ റീസ്റ്റേറ്റ് ചെയ്തുകൊണ്ടാണ് ബുദ്ധൻ വ്യക്തിയെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും വീണ്ടും പറഞ്ഞിരിക്കുന്നത്. വ്യക്തി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ജന്മനാ തന്നെ വളരെ റാഷണൽ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ജന്മനാ തന്നെ അവൻ റാഷണലാണ്, ഇൻ്റലിജൻ്റ് ആണ്. അതുപോലെ ജന്മനാ തന്നെ അവൻ ഫ്രീ ആയിട്ട് ജനിക്കുകയും ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ബുദ്ധൻ മനുഷ്യനെ കാണുന്നത്. അതുപോലെ തന്നെ മനുഷ്യൻ റാഷണലാണ് എന്ന് പറയും പോലെ തന്നെ അവന് ഫ്രീ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നത് പോലെ ഈ ക്വാളിറ്റി എല്ലാം അടങ്ങിയിരിക്കുന്ന മനുഷ്യൻ വളരെ യുണീക്കായിട്ടുള്ള പ്രകൃതത്തോടു കൂടിയ ഇതാണ് ഓരോ മനുഷ്യനും. ഓരോ മനുഷ്യനും അവൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന പ്രകൃതിയാൽ അവൻ സ്വയം സിദ്ധമായിട്ട് ലയിച്ചിരിക്കുന്ന ബുദ്ധമതത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഓരോ വ്യക്തിക്കും ഓരോ ബുദ്ധനാകാനുള്ള ശേഷി, പോസിബിലിറ്റി, പൊട്ടൻഷ്യാലിറ്റി ഓരോ മനുഷ്യരിലും ഉണ്ടെന്നുള്ളതാണ് ബുദ്ധൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഓരോ മനുഷ്യനും ഇങ്ങനെയുള്ള ശേഷിയോടുകൂടിയ റാഷണലായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള മനുഷ്യൻ ഈക്വലാണ്. എല്ലാവരും ഈക്വലായിട്ടുള്ള സ്റ്റാറ്റസോടു കൂടിയാണ് ജനിക്കുന്നതും വളരുന്നു എന്നാണ് ബുദ്ധൻ പറയുന്നത്. അതുകൊണ്ട് മനുഷ്യനെ ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന, റാഷണലായിട്ട് ജീവിക്കാൻ പറ്റുന്ന, ഈക്വലായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഇഗാലിറ്റേറിയൻ, ഒരു സിമ്പിൾ സോഷ്യലിസ്റ്റ് സമൂഹത്തെക്കുറിച്ചാണ് ബുദ്ധൻ അന്ന് ഇൻഡസ് വാലി ജനങ്ങളെയും പൊതുവെ അതിൻ്റെ പരിസര പ്രദേശങ്ങളും സമൂഹത്തെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെ ബുദ്ധന്റെ സങ്കല്പത്തിൽ ഉള്ള ഈ സമൂഹത്തിൽ ഓരോ വ്യക്തിയും ജന്മനാ തന്നെ അല്ലെങ്കിൽ ജീവിതമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ വളരെ ഇന്നസെൻ്റ് ആയിട്ട് സമൂഹത്തിനകത്ത് ജീവിക്കുകയും സമൂഹത്തിന് നാച്ചുറലായിട്ട് നമുക്ക് കിട്ടിവരുന്ന ഫ്രീഡവും അല്ലെങ്കിൽ സന്തോഷവും പ്ലഷറും എക്സ്പീരിയൻസ് ചെയ്ത് വരികയും സമൂഹം അങ്ങനെ ഒരു ഇഗാലിറ്റേറിയൻ ആയിട്ടിരിക്കുന്ന ഒരു സിമ്പിൾ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയോടുകൂടിയുള്ള ഒരു ഓപ്പൺ സൊസൈറ്റിയാണ് ബുദ്ധൻ അനാവരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഈ സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മനുഷ്യൻ്റെ എല്ലാ മേഖലകളിലും വ്യക്തിയും സമൂഹവും എല്ലാം എല്ലാ വിഷയങ്ങളിലും ഒരുതരം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ കൾച്ചറും പ്രൊസീജിയറും മെത്തേഡും ടെക്നിക്സും അപ്രോച്ചും എല്ലാം വെച്ച് പുലർത്തുന്ന, അല്ലെങ്കിൽ ഈ പ്രവണതകൾ എല്ലാ ഏരിയകളിലുള്ള ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും വെച്ച് പുലർത്തുന്ന ഒരു കാഴ്ചപ്പാടോടുകൂടിയ ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ സൊസൈറ്റി സങ്കല്പമാണ് ബുദ്ധൻ മുന്നോട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ, ഇതിനു മുമ്പ് പറഞ്ഞിരുന്ന പോലെ, ബുദ്ധൻ്റെ സൊസൈറ്റിയിൽ മനുഷ്യൻ്റെ ജീവിതവും മനുഷ്യൻ്റെ നേച്ചറും അവരുടെ കാഴ്ചപ്പാടെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ, അല്ലെങ്കിൽ ബുദ്ധൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ മനുഷ്യനെക്കുറിച്ചുള്ള ട്രൂത്ത് സങ്കല്പം അടങ്ങിയിരിക്കുന്നതും നോളജിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ അടങ്ങിയിരിക്കുന്നതും അതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും തിരിച്ചറിവുകളുടെ ഒരു ലോകത്തിൻ്റെ സങ്കല്പം അടങ്ങിയിരിക്കുന്നതുമായിട്ടുള്ള ഒരു വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ആകമാനമായിട്ടുള്ള ഒരു എൻലൈറ്റൻഡ്, വളരെ ഉയർന്ന് ചിന്തിക്കുന്ന, ഉയർന്ന് പ്രവർത്തിക്കുന്ന, ഉയർന്ന് സംസാരിക്കുന്ന, ഉയർന്ന് ഇടപെടുന്ന ഒരു റാഷണൽ കോൺഷ്യസോടുകൂടിയ ഒരു എൻലൈറ്റൻഡ് ആയിട്ടുള്ള വ്യക്തികളുടെ ഒരു ടൊട്ടാലിറ്റി, ഒരാകത്തുകയാണ് ബുദ്ധൻ്റെ കാഴ്ചപ്പാടിലുള്ള ഈ പറയുന്ന ഡെമോക്രാറ്റിക് ഒരു എൻലൈറ്റ്മെൻറ്റ് റിപ്പബ്ലിക്കൻ സൊസൈറ്റി. അങ്ങനെ നമ്മൾ ഈ പറയുന്ന ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ ഒരു എൻലൈറ്റൻഡ് സൊസൈറ്റിയിലേക്ക് ഓരോ വ്യക്തികളെയും സമൂഹത്തെയും രാജ്യത്തെയും കൈപിടിച്ചു ഉയർത്തുന്നതിനും അതിൻ്റെ വെൽഫെയറും പ്രോഗ്രസ്സും വളർച്ചയും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ആ സമൂഹത്തിൻ്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ആ സമൂഹത്തിലെ ഓരോ വ്യക്തികളെയും സമൂഹത്തെയും
ചില പ്രശ്നങ്ങളിൽ നിന്ന്, ചില ബാക്ക്ഗ്രൗണ്ട് പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്തി ഡെവലപ്പ് ചെയ്ത് മോചിപ്പിച്ച് എടുക്കേണ്ടതുണ്ടെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് സമൂഹത്തെ ഇൻഡസ് വാലിയിലെ ജനങ്ങൾ, ഇൻഡസ് വാലിയിലെയും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലെ ജനങ്ങളെയും വീണ്ടും വീണ്ടും അത് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത് ചരിത്രപരമായി നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ സമൂഹത്തിനകത്ത് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ചില നെഗറ്റീവായിട്ടുള്ള കൺസർവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ചരിത്രത്തിലും സമൂഹത്തിലും നമ്മളെ പിന്നോട്ട് വലിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് തടസ്സമുണ്ടാക്കുന്ന ഡോക്മകളായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായ ബ്ലൈൻഡ് ബിലീഫുകൾ, അതുപോലെ നമ്മളെ പുറത്തു നിന്ന് ഇപ്പോൾ ഏലിയൻ ഫോഴ്സ് പോലെയുള്ള നമ്മളെ സമൂഹത്തെ ആക്രമിക്കുന്ന ആര്യൻ വാദങ്ങളും അല്ലെങ്കിൽ ബ്രാഹ്മണി സങ്കല്പവും ചാതുർവർണ്ണയങ്ങളും എല്ലാം ഇങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള നെഗറ്റീവ് എനർജിയെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, നെഗറ്റീവായിട്ട് മനുഷ്യനെ ഉപദ്രവിക്കുകയും നശിപ്പിക്കുകയും ഇല്ലാതാകുന്ന ഇങ്ങനെയുള്ള ദോഷങ്ങളിൽ നിന്ന് എല്ലാ മനുഷ്യരെയും നമ്മൾ രക്ഷപ്പെടുത്തി, അന്ധകാരത്തിൽ നിന്ന് അജ്ഞതയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തി ഓരോ വ്യക്തിയെയും ആ സമൂഹത്തെയും അതൊരു രാജ്യത്തെയും നമ്മൾ എല്ലാവരും പരസ്പരം കൈപിടിച്ചുയർത്തി പരസ്പരം ഷെയർ ചെയ്ത് പരസ്പരം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമ്മളെല്ലാവരും എല്ലാ ഇൻഡസ് വാലിയിലെയും ഇന്ത്യയിലെയും എല്ലാ ജനങ്ങളും വ്യക്തികളും പരസ്പരം കൈപിടിച്ച് ഉയർന്ന് നമ്മൾ ഈ പറയുന്ന ഡെമോക്രാറ്റിക് എൻലൈറ്റ്മെൻറ്റ് റിപ്പബ്ലിക്കിലേക്ക് എല്ലാവരും വരണമെന്നാണ് ബുദ്ധൻ വീണ്ടും വീണ്ടും ഇൻഡസ് വാലിയിലെ ജനങ്ങളോടും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാവരോടും വീണ്ടും വീണ്ടും ആഹ്വാനം ചെയ്തു. അങ്ങനെ പുരാതന ഇൻഡസ് വാലിയിൽ ഇന്ത്യയിലും ആകമാനം മനുഷ്യനെയും സമൂഹത്തെയും രാജ്യത്തെയും ആക്രമിച്ചിരുന്ന ആര്യന്മാരുടെ ആക്രമണങ്ങളിൽ നിന്നും ബ്രാഹ്മണിക്കലായിട്ടുള്ള ചതുർവർണ്ണങ്ങളിൽ നിന്നും മനുഷ്യനെയും സമൂഹത്തെയും രാജ്യത്തെയും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇൻഡസ് വാലിയിലും ഇന്ത്യയിലും ആകെ അലഞ്ഞിരഞ്ഞ് പ്രഭാഷണം നടത്തുകയും സംസാരത്തിലേർപ്പെടുകയും ചർച്ചയിലേർപ്പെടുകയും തർക്കങ്ങളിലേർപ്പെടുകയും അതുപോലെ തന്നെ പ്രഭാഷണങ്ങളും ദർശനങ്ങളും നൽകി ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, ജനങ്ങളെയും രാജ്യത്തെയും സമൂഹത്തെയും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നടക്കുകയും ചെയ്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധൻ നൽകിയിരുന്ന ചില സങ്കല്പങ്ങളായിരിക്കുന്ന മനുഷ്യനെക്കുറിച്ചുള്ള തൂത്തസങ്കല്പങ്ങളും അല്ലെങ്കിൽ മനുഷ്യൻ ഡെവലപ്പ് ചെയ്യുന്ന നോളജിനെ കുറിച്ചുള്ള സങ്കല്പങ്ങളും അല്ലെങ്കിൽ മനുഷ്യനായിട്ട് അവൻ്റെ റാഷണൽ കോൺഷ്യസ് ആയിട്ട് ബന്ധപ്പെട്ട എൻലൈറ്റ്മെൻറ്റ് സങ്കല്പങ്ങളും അതുപോലെ മനുഷ്യൻ്റെ സാമൂഹ്യ അവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യൻ എങ്ങനെ സമൂഹത്തിൽ ഏത് രീതിയിലുള്ള എങ്ങനെയുള്ള സമൂഹത്തിൽ ജീവിക്കണമെന്നുള്ള സങ്കല്പമായിട്ട് ബന്ധപ്പെട്ടും അങ്ങനെ മനുഷ്യൻ അവൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഫ്രെയിമുകളിൽ നിന്ന് അവനെ എങ്ങനെ രക്ഷിച്ചു നിർത്തണമെന്ന് ആഹ്വാനം ചെയ്യുന്ന രീതിയിലുള്ള അവൻ്റെ മാനിസിപ്പേഷനുമായിട്ട് സങ്കല്പമായിട്ട് ബന്ധപ്പെട്ടും ഈ സങ്കല്പങ്ങളെല്ലാം പിന്നീട് ഭാരതത്തിൻ്റെ തനതായ സ്വയമായിട്ടുള്ള ദർശനമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദർശനത്തെ ഇന്ത്യയിലുടനീളം വ്യാപിപ്പിച്ചുകൊണ്ട് ഇന്ത്യയെ രക്ഷിച്ചു നിർത്തിക്കൊണ്ടും പടിഞ്ഞാറ് അഫ്ഗാനിസ്ഥാൻ മുതൽ കിഴക്ക് ബർമ്മ വരെയും വടക്ക് കന്യാകുമാരി വടക്ക് കാശ്മീർ മുതൽ തെക്ക് ശ്രീലങ്ക വരെയും ഇന്ത്യ ചരിത്രത്തിൽ എന്നേക്കുമായി 3-4 നൂറ്റാണ്ടുകളോളം സംരക്ഷിച്ചു നിർത്തുകയും ചെയ്ത ബൗദ്ധമൗര്യൻ പീരീഡിൻ്റെ പ്രധാനപ്പെട്ട ശില്പിയായിരുന്ന അശോകൻ ഇന്ത്യയെ ലോകചരിത്രത്തിൻ്റെ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുകയും അങ്ങനെ ബുദ്ധൻ്റെ ഫിലോസഫി അഥവാ സിദ്ധാർത്ഥൻ്റെ ഫിലോസഫി ഇന്ത്യയുടെ ഒഫീഷ്യൽ ഫിലോസഫിയായിട്ട് ഡിക്ലെയർ ചെയ്യുകയും അങ്ങനെ ബൗദ്ധധർമ്മം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ധർമ്മമായിട്ട് ആഹ്വാനം ചെയ്തതായിട്ടാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റുന്നത്.